ഹായ് ഹലോ നമസ്കാരം കേട്ടോ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊന്ന് കാഷ്വലായിട്ട് സംസാരിക്കുക എന്നുള്ള ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. ഇതുവരെ ഞാനൊരു വീഡിയോയിൽ എന്നെ പറ്റിയിട്ട് അങ്ങനെ അധികം ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഈ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ കാണിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ പിന്നിലുള്ള ആ ഒരു കാര്യങ്ങളും ഒന്നും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടില്ല. ഇപ്പം എനിക്കെന്തോ അതുകൂടി പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത്. ഇപ്പോഴത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ മോന്, അതായത് ലിയോയ്ക്ക് രണ്ടാമത്തെ കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിന് പോയിട്ട് വന്നിരിക്കുകയാണ്. കുത്തിവെപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 1.5 മാസത്തിൻ്റെ കുത്തിവെപ്പായിരുന്നു കേട്ടോ. കൊച്ച് നല്ല കരച്ചിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവരിങ്ങനെ തോളത്തെടുത്ത് കിടത്തി ബർപ്പ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ മോനിരുന്നു. ഇപ്പം അതേ കൊച്ച് ഉറങ്ങുകയാണ്. ഹാഫ് ഡേ ലീവ് എടുത്ത് ഹസ്ബൻഡ് കൂടെ വന്ന്, കാരണം കൊച്ചിൻ്റെ കയ്യും കാലൊക്കെ ഒരാൾ പിടിക്കാൻ വേണമല്ലോ സൂചി വയ്ക്കുമ്പോൾ, അതുകൊണ്ട് ഹാഫ് ഡേ ലീവ് എടുത്തായിരുന്നു. മൂപ്പര് പിന്നെ ജോലിക്ക് പോയിട്ടോ. അത്തോസാണെങ്കിലും കിടന്ന് ഉറങ്ങി. അവൾക്ക് രാവിലെ കഴിക്കാനൊക്കെ കൊടുത്ത് അവളും കിടന്നുറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗ്യാപ്പിൽ വന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു, വീട്ടിൽ അരി വാങ്ങാൻ പോലും കാശില്ലാതെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യമായിട്ടും യൂട്യൂബിൽ നിന്ന് അത്ര പോലും എനിക്ക് ഒരു ഇൻകം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അതിൻ്റെ താഴെ എനിക്ക് സപ്പോർട്ടായിട്ട് 1-2 പേര് വന്നായിരുന്നു. അതിൻ്റെ തന്നെ വലിയ 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 താങ്ക്സ് ഉണ്ട്. നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം ഞാനൊരു വീട്ടമ്മയാണ്, ഒരു സാധാരണ വീട്ടമ്മയാണ്, 2 മക്കളുള്ള ഒരു അമ്മയാണ്. അപ്പോൾ ഇവിടെ ഈ വീട്ടിലെ ജോലി കാര്യങ്ങളെല്ലാം ചെയ്ത് കൊച്ചുങ്ങളെ നോട്ടവും ഇതിൻ്റെ ഇടയിൽ എൻ്റെ കാര്യങ്ങളൊന്നും ഞാനങ്ങനെ ശ്രദ്ധിക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇടയിലാണ് നമ്മൾ ഈ ഒരു ചാനൽ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചിലപ്പോഴൊന്നും ഈ നമ്മൾ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് കാണാനൊന്നും ആരും ഉണ്ടാവില്ല, സപ്പോർട്ടിനും കാര്യങ്ങൾക്കൊന്നും ആരും ഉണ്ടാവില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നല്ല ക്യാമറ, നല്ല എഡിറ്റിംഗ് സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് യൂട്യൂബിൽ പെട്ടെന്ന് തന്നെ ഗ്രോ ആവാൻ പറ്റുള്ളൂ. ഇപ്പം തന്നെ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് 2 വർഷം ഒക്കെ ആയി. പക്ഷെ എന്നാൽ പോലും ഞാൻ ഉദ്ദേശിക്കുന്ന ആ തരത്തിലുള്ള ഗ്രോ അപ്പും കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പം പിന്നെ എന്തിനാണ് വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ മക്കൾ ഒരിക്കലും പറയരുതല്ലോ അമ്മ ഇതൊന്ന് ഗിവ് അപ്പ് ചെയ്തു എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എനിക്കിതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമല്ലേ. കാരണം എനിക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ജോലിക്കും കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു മാർഗം എന്ന ഉദ്ദേശത്തിലൂടെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു വലിയ ആഗ്രഹം, എൻ്റേത് മാത്രമാവില്ല, സത്യം പറഞ്ഞാൽ വീടില്ലാത്തവരുടെ ഏറ്റവും വലിയ ആഗ്രഹമില്ല ഒരു വീട്. ഞങ്ങളിപ്പോൾ വാടക വീട്ടിലാണ്, 3 വർഷമായി. പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുള്ളത്. ഞങ്ങൾക്കായിട്ട് സ്വന്തമായിട്ട് ഒരു കുഞ്ഞു വീട് വേണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇതിലൂടെ എനിക്ക് ആ വീട് എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നം കേട്ടോ ഗൈസ്. അപ്പോൾ അതെനിക്ക് സാധിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ മാക്സിമം ശ്രമിക്കും. എന്തായാലും കൊച്ചുങ്ങളൊക്കെ സ്കൂൾ പോകാൻ തുടങ്ങിയാലല്ലേ എനിക്ക് പുറത്തേക്ക് എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം എപ്പോഴും നമ്മൾ ഈ യൂട്യൂബിനെയും ഇതിനും ആശ്രയിച്ചിരിക്കുന്നത് ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തെങ്കിലും പുറത്തേക്ക് ജോലിക്കൊക്കെ പോകണമെങ്കിൽ തന്നെ കൊച്ചുങ്ങൾ സ്കൂൾ പോയാൽ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുവരെ ഞാനിവിടെ ഇങ്ങനെ ഒന്നും ചെയ്യാതെ ഒന്നും അല്ലാതെ ഇരിക്കുമ്പോൾ ഉള്ളൊരു വിഷമമുണ്ടല്ലോ, അത് വേറൊരു ഇതാണ്. ഒന്നും അല്ലാത്ത പോലെ ആയിപ്പോവാൻ ഞാൻ, കുഞ്ഞുങ്ങളുടെ മുന്നിലാണെങ്കിലും ഹസ്ബൻഡിൻ്റെ മുന്നിലാണെങ്കിലും. എനിക്ക് എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കണമെന്ന് എനിക്ക് മതിയായ ആഗ്രഹമുണ്ട് ഗൈസ്. അതിന് നിങ്ങളെപ്പോലുള്ളവരുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഞങ്ങളെപ്പോലുള്ള വീട്ടമ്മമാർക്ക് മുന്നിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ട് മേക്കപ്പ് ചാനൽ, നല്ല അടിപൊളി മേക്കപ്പ് ചെയ്യുന്ന ചാനൽ തുടങ്ങണം, നല്ല അടിപൊളി കുക്കിംഗ് ചെയ്യുന്ന ചാനൽ തുടങ്ങണം എന്നെല്ലാം ആഗ്രഹമുണ്ട്. പക്ഷേ ഈ മേക്കപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിലല്ലേ മേക്കപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ആകെ സത്യം പറഞ്ഞ ഒരു പൗഡറും ഒരു ലിപ് ലൈനറും കാര്യങ്ങളും അതൊക്കെ തന്നെയുള്ളൂ. എല്ലാവരും പോലെ സാധാ കാഷ്വലായിട്ട് ഒരു കൺമഷിയോ അല്ലെങ്കിൽ ഒരു ഐലൈനറോ ഇതത്ര തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ മേക്കപ്പ് ചാനൽ തുടങ്ങി തന്നെ ഒരുപാട് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ തന്നെ അതിൻ്റെ റേറ്റ് കാണുമ്പോൾ തന്നെ എൻ്റെ തല കറങ്ങുന്നു. അപ്പോൾ അങ്ങനത്തെ ചാനലൊന്നും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ കുക്കിംഗ് ആണെങ്കിൽ പോലും അത് അടിപൊളി നല്ല ക്യാമറ കാര്യങ്ങൾ വേണം. ആ ഒരു ഒന്നല്ലെങ്കിൽ ക്യാമറ വേണം, അല്ലെങ്കിൽ നല്ല ട്രൈപോഡോ എന്തെങ്കിലും വേണം. ഈ ഫോൺ ഇപ്പം തന്നെ ഞാൻ വീഡിയോ എടുക്കണം എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ആരും കളിയാക്കില്ലെന്ന് വിചാരിക്കുന്നു. കണ്ടോ ഗൈസ്,
ഇത് നമ്മുടെ അത്തൂസിൻ്റെ സൈക്കിളാണ്. ട്രൈപോഡും കാര്യങ്ങളും ഇല്ല. അപ്പോൾ ഇവിടെ ഫോൺ വെച്ചിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളൂ. വേറെ ട്രൈപോഡും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ട്രൈപോഡ് ഇതേ ഇവനാട്ടോ, ഈ സൈക്കിള്. ഇപ്പോൾ മനസ്സിലായല്ലോ ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ. ചിലവർക്ക് ഇത് ചിലപ്പോൾ ഒരു എന്താ പറയുക, പിന്നെ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തിനാണ് നിങ്ങൾ എടുക്കുന്നതെന്നൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ തന്നെയാണ് കാരണം. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റും കാര്യങ്ങളൊന്നും എൻ്റെ യൂട്യൂബ് ചാനൽ ഈസി ആയിട്ട് കൊണ്ടുപോകാമെന്നൊന്നും ആരും വിചാരിക്കരുത് കേട്ടോ ഗൈസ്. 2 പിള്ളേരെയും വെച്ചിട്ട് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ കുറച്ച് കഷ്ടപ്പാടാണ്. കാരണം ആദ്യത്തെ കൊച്ചിന് അറിയാലോ 2.5 വയസ്സാണ്. ഇപ്പോൾ ഉണ്ടായ കൊച്ചാകെ 1.5 മാസമായിട്ടുള്ളൂ. ഡെലിവറി കഴിഞ്ഞിട്ട് അധിക ദിവസങ്ങളായിട്ടില്ല. റെസ്റ്റ് പോലും ഞാൻ എടുത്തിട്ടില്ല അതിൻ്റെ ഇടയിൽ. കാരണം നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടിട്ടില്ലെങ്കിലേ നമ്മുടെ ചാനൽ പെട്ടെന്ന് തന്നെ ഡൗൺ ആയി പോകും. അതുകൊണ്ടാണ് വീഡിയോ ദിവസം മാക്സിമം ഇടാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മാറി നിന്നാൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് ഡൗൺ ആയി പോകും. പിന്നെ റീച്ചും വ്യൂസും ഒന്നും വരാതെ പോകും. ഇപ്പോൾ ഉള്ള വ്യൂവും കൂടി പോയി കിട്ടും. അതുകൊണ്ടാട്ടോ ഞാൻ ചെയ്യുന്നത്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റെസ്റ്റ് പോലും ഇല്ല ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഞാൻ എഴുന്നേൽക്കും, കൊച്ചുകളുടെ കാര്യങ്ങളൊക്കെ നോക്കും, വീട്ടിലെ പണികളൊക്കെ ചെയ്യും. അത് കഴിഞ്ഞ് കിട്ടുന്ന 1 മണിക്കൂറാണ് ഞാനിങ്ങനെ വീഡിയോ എടുക്കുന്നത്. അതിൽ എഡിറ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുങ്ങളൊക്കെ ഉറങ്ങി രാത്രിയിൽ 12 മണി അല്ലെങ്കിൽ 1 മണി അല്ലെങ്കിൽ 11 മണി ഈ ഒരു സമയത്തൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോ ഇരുന്നിട്ട് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ രാത്രി എനിക്ക് ഉറക്കില്ല എന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ പിടികിട്ടിട്ടുണ്ടാവുമല്ലോ. രാത്രി ഉറക്കില്ല, പകൽ കണ്ണിൻ്റെ ഒക്കെ താഴാതാണ് ഇങ്ങനെ കറുത്തിരുണ്ട്. അപ്പോൾ ഞാൻ ലൈവ് ചെയ്തപ്പോൾ ഏതൊരു കൊച്ചു ചോദിച്ചായിരുന്നു, എന്താ ചേച്ചി ഭയങ്കര ഡാർക്ക് സ്പോട്ട്സ് ആണല്ലോ മുഖത്ത്. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. കാരണം നമ്മൾ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യണമല്ലോ മുന്നോട്ട്. പക്ഷെ പറഞ്ഞതാണ്, ഇതൊക്കെ കാരണം തന്നെയാണ്. നിങ്ങളുടെ പറ്റാത്ത പോലെയൊക്കെ ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കും ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും കൂടെ വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഇതുപോലെ ഇനിയും മുന്നോട്ട് വീഡിയോ ചെയ്യാനും മുന്നോട്ട് ജീവിക്കാനുള്ള ഒരു കരുത്തും കിട്ടുള്ളൂ. എന്നെ ഇതിൽ ഒരുപാട് പേര് വിമർശിക്കാനും ഉണ്ടാവും, ഒരുപാട് പേര് സ്നേഹിക്കാനും ഉണ്ടാവും. എനിക്ക് വിമർശനവും വേണം, സ്നേഹവും വേണം, എല്ലാം ഞാൻ ഏറ്റെടുക്കും. ഞാൻ ഇത്രയും ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കൂടുതലൊന്നും പറയുന്നില്ല. ജീവിതത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒത്തിരി വിശേഷങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്നും ഇന്നത്തെ വീഡിയോയിലൂടെ മുഴുവിപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ഓരോ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കൂടെ നമ്മുടെ ഈ ചാനലിൽ ചേരണം എന്നുണ്ടെങ്കിൽ ദയവായി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ ചാനലിൽ ചേരുവാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.